ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇന്ന് പാസ്റ്റർ കെ.സി. സക്രിയ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ്. കേരളത്തിൽ അറിയപ്പെട്ട, കേരളത്തിൽ പരക്കെ എല്ലാവർക്കും പരിചിതനായിരുന്ന ഒരു സുവിശേഷകൻ, ഒരു നല്ല ഗ്രന്ഥകർത്താവ്, കേരളത്തിലും ശ്രീലങ്കയിലുമൊക്കെ അറിയപ്പെടുന്ന വോയിസ് ഓഫ് പ്രൊഫസിയുടെ ഒരു പ്രഭാഷകൻ. ഈ നിലകളിലൊക്കെ തൻ്റെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ഒരു സുവിശേഷകനായിരുന്നു പാസ്റ്റർ കെ.സി. സക്രിയ. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായി ജീവിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മിസ്സസ് അമ്മിണി സക്രിയ അവറുകളാണ്. അവരുടെ സുവിശേഷ വേലയുടെ കാലയളവുകളിൽ അവർ നേരിട്ട പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ ഇവയൊക്കെ കേട്ടറിയുക എന്നത് ഇന്നത്തെ പുതുതലമുറയിലെ സുവിശേഷകന്മാർക്ക് തീർച്ചയായും ഒരു പ്രചോദനം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് എന്ന പേരിൽ ഒരു പുതിയ പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെട്ടത്. ഇന്ന് പ്രിയപ്പെട്ട മിസ്സിസ് അമ്മിണി സക്രിയയിലൂടെ അവരുടെ സുവിശേഷ വേലയിൽ അവരോട് ദൈവം ചെയ്ത അത്ഭുതകരമായ ഇടപെടലുകളെക്കുറിച്ച്, ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് ചെറിയ കഥകളിലൂടെ സാക്ഷ്യം നമ്മളോട് പറയുമ്പോൾ തീർച്ചയായും ഈ അനുഭവങ്ങൾ കേൾവിക്കാരായ നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായി തീരട്ടെ, ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുവാൻ പ്രിയ പാസ്റ്റർ കെ.സി. സക്രിയ അവരുടെ ഭാര്യ മിസ്സസ് അമ്മിണി സക്രിയയെ ഞാൻ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ മിസ്സസ് അമ്മിണി സക്രിയ ആവുന്നു. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. വിശേഷകനായ പാസ്റ്റർ കെ.സി. സക്രിയ യുടെ കൂടെ ഞാനും വേലയ്ക്കായി, ക്രിസ്തീയ സേവനത്തിനായി ഞങ്ങൾ 62 വർഷത്തെ സേവനം നടത്തിയതിൻ്റെ ഒരു ചുരുങ്ങിയ സാക്ഷ്യം മാത്രം പ്രേക്ഷകരെ അറിയിക്കുന്നു. അതിൽ മലയോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും കാറ്റിലും മഴയത്തും വഴിയമ്പലങ്ങളിലും ഇങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് ദൈവവേല ചെയ്യുവാനായി ചെയ്തുകൊണ്ടിരുന്നു. ആ ബന്ധത്തിൽ ഒരു ചെറിയ സാക്ഷ്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്തീയ സേവനത്തിൽ ഞങ്ങൾ കൊടുങ്കാറ്റിലും ഇരുട്ടിലും മലയോര പ്രദേശത്തും സാക്ഷ്യം വഹിക്കുന്നതിനായി യഹോവ ഞങ്ങളെ ഓർക്കുന്നുവെന്ന നാമവുമായി ഞങ്ങളുടെ നടപ്പിലും ഇരുപ്പിലും കിടപ്പിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളെ നടത്തി. ഞങ്ങൾ കുറ്റപ്പുഴ സ്കൂളിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു നല്ല സാക്ഷ്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് 1960കളിലായിരുന്നു. ഞങ്ങളെ ചാതനെ അവിടെ സ്കൂൾ പ്രിൻസിപ്പളാക്കി വെച്ചത്. ആ സമയത്ത് ഭിത്തിയില്ല, ഗേറ്റില്ല, ആവശ്യത്തിന് ക്ലാസ് റൂംസ് ഇല്ല, കിണറ്റിൽ വെള്ളമില്ല, അങ്ങനെയുള്ളതായ പല കാര്യം, ക്ലാസ് റൂംസ് ആവശ്യത്തിനില്ലായിരുന്നു. ഈ സമയത്ത് അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി പല നല്ല രാഷ്ട്രീയ ആൾക്കാരെയും പോയി കാണുകയും അവരുമായിട്ട് MLA-മാരും MP-മാരും ടീച്ചേഴ്സുമായിട്ടുള്ള പല ഗ്രൂപ്പ്, ഏകദേശം 6 പേരോളം ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവർ ട്രിവാൻഡ്രത്ത് പോയി അന്നത്തെ എഡ്യൂക്കേഷൻ മിസ്റ്റർ മുഹമ്മദ് കോയ ആയിരുന്നു. അദ്ദേഹത്തെ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1968 നമ്മുടെ സ്കൂളിന് അംഗീകാരം ലഭിച്ചു. അത് ദൈവം നടത്തിയ ഒരു വഴിയായിരുന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ എല്ലാവരെയും കൂടെ കൊണ്ടുപോയി ചെയ്തത് ഒരു വലിയ ഭാഗ്യം കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും അല്പം നേരെ വരുവാൻ തുടങ്ങി. കിണറ്റിലുള്ള വെള്ളം താഴോട്ട് കൊണ്ടുപോകണമായിരുന്നു. അവിടെ അടുക്കളയും കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരവും
ഉണ്ടാക്കുന്നതിന് വേണ്ടി വെള്ളം ഇവിടുന്ന് താഴെ കൊണ്ടുപോയി കൊടുത്ത് അതൊക്കെ വലിയ പരിശ്രമമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പാസ്റ്റർ വാട്സിൻ്റെ 1000 ബൈബിൾ സ്കൂൾ ഇവാഞ്ചലൈസേഷൻ എന്നുള്ളതായ പ്രോഗ്രാം എറണാകുളത്ത് വരികയും അതിനെ ട്രാൻസ്ലേഷന് വേണ്ടി എടുക്കുകയും ചെയ്തു. അപ്പം ഈ സ്കൂളിൻ്റെ പ്രോഗ്രാം മിസ് എലിസബത്ത് ജോൺസിനെയും മിസ് സെലിനാമ്മയും ആക്കി. മിസ് എലിസബത്ത് ജോൺസൺ അവിടുത്തെ ഹെഡ് മിസ്ട്രസ്സും മിസ് സെലീനാമ്മ അവിടുത്തെ ട്രഷററുമായിരുന്നു. അവരെ മുഴുവനായിട്ട് പരമേൽപ്പിച്ച് അവർ നല്ല അച്ചായൻ്റെ അഭാവത്തിൽ അവർ വളരെ നല്ല ജോലി ചെയ്യുകയും എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇടയ്ക്ക് അച്ചായനൊന്ന് വന്ന് എല്ലാവരെയും ഒന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീന്ന് ഉടനെ തിരിച്ച് എറണാകുളത്തിന് പോകണമായിരുന്നു. അങ്ങനെ എറണാകുളത്ത് അച്ചായൻ ട്രാൻസ്ലേഷനും ചെയ്ത് പാസ്റ്റർ പാട്സിൻ്റെ സഹായിയായി ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതായ സമയത്ത് ഒരു റേഡിയോ പ്രസംഗത്തിനായിട്ട് ഒരു അനുവാദം നമുക്ക് സിലോൺ ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ കോഡൻ അച്ഛനെ അറിയിച്ചു, നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. ആ സമയത്ത് പാസ്റ്റർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അച്ചായൻ പാസ്റ്റർ കോഡൻ്റെ ട്രാൻസ്ലേറ്ററായിരുന്നു. അങ്ങനെ ആ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അച്ചായനെ റേഡിയോ പ്രസംഗത്തിന് എടുക്കുകയും ചെയ്തു. ആ വാർത്ത പാസ്റ്റർ കോഡനാണ് കൊടുത്തത്. അവിടെ നിന്നും ട്രാൻസ്ലേഷനും പല നല്ല ഡോക്ടേഴ്സും നല്ല ടീച്ചേഴ്സും ഒക്കെ ക്രൂസൈഡിന് വരുമായിരുന്നു. ഒരു സമയത്ത് പുന്നവേലിയിലുള്ള ഡോക്ടർ ചോദിച്ചു ഡോക്ടർ ബാഡ്സിനോട്, നിങ്ങൾ ഈ ചെറുപ്പക്കാരനുമായിട്ട് നിങ്ങൾ നേരത്തെ കണ്ട ഈ പ്രസംഗങ്ങളൊക്കെ കൊടുത്തിട്ടാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ചില സമയത്ത് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. എന്നാൽ ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് വളരെ 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 അഭിനന്ദിക്കേണ്ടതായിട്ടുള്ളതായ ഒരു ട്രാൻസ്ലേഷനാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഒരു ട്രാൻസ്ലേറ്ററാണ്. അതിന് ശേഷം വേറൊരു സിസ്റ്റർ വന്ന് പാസ്റ്റർ വാട്സിനോട് ചോദിച്ചു, നിങ്ങൾ ഈ ചെറുപ്പക്കാരനുമായിട്ട് നേരത്തെ നിങ്ങൾ പ്രോഗ്രാം കാണിക്കുകയും ചെയ്യുമായിരുന്നു? അപ്പം പറഞ്ഞു, ഇല്ല, ഞങ്ങൾ സംടൈംസ് കാണത്തതേ ഇല്ല ആ സമയത്ത്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് വളരെ അഭിനന്ദനമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചായനെക്കുറിച്ച് അവർ പറഞ്ഞു. ഈ സമയത്ത് അച്ചായൻ ക്രിസ്തീയ ജീവിതത്തിൽ ധന്യമായി ജീവിപ്പാനുള്ള കൃപ കൊടുത്തു. അത് ദൈവജനത്തെ ശുശ്രൂഷിപ്പാനുള്ളതായ ഒരു വലിയ കൃപയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ത്യാഗത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതായ, നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പോയിരിക്കുന്നു, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിപ്പാനുള്ളതായ ആ സുവിശേഷ വേലയിൽ അത് ഞങ്ങൾ വളരെ പ്രധാനമായിട്ട് കണ്ടു. അതനുസരിച്ച് മറ്റുള്ളവരെയും അതിലേക്ക് അനയിക്കുവാൻ വേണ്ടി കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ അടിയങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു. അത് ദൈവം അടിയങ്ങളെ അനുഗ്രഹിച്ച ഒരു വഴിയാണ്. ഇതിൽ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ ജനത്തെ സഹായിക്കുവാൻ
അവരെ ദൈവ മഹത്വത്തിന് വേണ്ടി വളർന്നു വരുവാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു അടിയങ്ങളുടെ ജീവിതത്തിലുള്ളതായ വലിയ ആഗ്രഹം. ആ ആഗ്രഹം സാക്ഷാത്കരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇതിൽ ഇങ്ങനെയുള്ളതായ പൂർണ്ണ സമർപ്പണം, വിശ്വസ്തത, സത്യസന്ധത, ഇതൊക്കെയാണ് സുവിശേഷ വേലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മുടെ പ്രവർത്തകരും നമ്മുടെ വിശ്വാസികളും നല്ലതുപോലെ ഓർത്തിരിക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷ വേല നല്ലതുപോലെ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അത് എങ്കിൽ മാത്രമേ ജനം നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. നമ്മുടെ മാതൃക, നമ്മുടെ വേല, നമ്മൾ മനുഷ്യരോട് ഇടപെടുന്നതായ സ്നേഹത്തിൽ ഇടപെടുക എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. മഹത്വമേറിയ ത്യാഗത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതായ, നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പോയിരിക്കുന്നു, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിപ്പാനുള്ളതായ ആ സുവിശേഷ വേലയിൽ അത് ഞങ്ങൾ വളരെ പ്രധാനമായിട്ട് കണ്ടു. അതനുസരിച്ച് മറ്റുള്ളവരെയും അതിലേക്ക് അനയിക്കുവാൻ വേണ്ടി കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ അടിയങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു. അത് ദൈവം അടിയങ്ങളെ അനുഗ്രഹിച്ച ഒരു വഴിയാണ്. ഇതിൽ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവം അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ ജനത്തെ സഹായിക്കുവാൻ, അവരെ ദൈവ മഹത്വത്തിന് വേണ്ടി വളർന്നു വരുവാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു അടിയങ്ങളുടെ ജീവിതത്തിലുള്ളതായ വലിയ ആഗ്രഹം. ആ ആഗ്രഹം സാക്ഷാത്കരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇതിൽ ഇങ്ങനെയുള്ളതായ പൂർണ്ണ സമർപ്പണം, വിശ്വസ്തത, സത്യസന്ധത, ഇതൊക്കെയാണ് സുവിശേഷ വേലയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മുടെ പ്രവർത്തകരും നമ്മുടെ വിശ്വാസികളും നല്ലതുപോലെ ഓർത്തിരിക്കണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷ വേല നല്ലതുപോലെ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അത് എങ്കിൽ മാത്രമേ ജനം നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. നമ്മുടെ മാതൃക, നമ്മുടെ വേല, നമ്മൾ മനുഷ്യരോട് ഇടപെടുന്നതായ സ്നേഹത്തിൽ ഇടപെടുക എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇങ്ങനെ ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ദൈവവേല ചെയ്യുന്നതിന് ഇടയായി. വിവാഹങ്ങൾ നടത്തുക, ഭവന ശുശ്രൂഷയിൽ എടുക്കുക, കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യുക, പള്ളിയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുക. യേശു ക്രിസ്തു ആയിരുന്നു അച്ചാതിൻ്റെ ഏറ്റവും വലിയ പ്രസംഗം. യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. ആ കൽപ്പന പ്രകാരം അച്ചാതൻ പോയെടുത്തും വന്നെടുത്തും എല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു പ്രസംഗിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ 2017 സെപ്റ്റംബർ 3 3 മണിക്ക് അച്ചാതൻ അന്ത്യശ്വാസം വലിച്ചു. ഞാൻ ആ സമയത്ത് അച്ചാതൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അച്ചാതനോട്, അച്ചാത വിഷമിക്കണ്ട, യേശുപ്പച്ചൻ കൂടെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അച്ചാതിൻ്റെ ആത്മീയ കഥ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം ഞാൻ അച്ചാതിനോട് പറഞ്ഞ, അച്ചാ ഇതങ്ങ് എഴുതി തീർക്കാം നമുക്ക്. അതിന് ആളിനെ കിട്ടിയില്ല, സമയമായില്ല എന്നൊക്കെ പറഞ്ഞ് അത് എഴുതുവാൻ, കംപ്ലീറ്റ് ചെയ്യുവാൻ അത് സാധിച്ചില്ല. ആ സമയത്ത് അച്ചാതിൻ്റെ ബുക്സ് മുഴുവനും ലൈബ്രറി, ചർച്ചിൽ നിന്നൊരു റൂം തന്നു. ആ ബുക്സും സാധനവും എല്ലാം അലമാരിയും എല്ലാമായിട്ട്
ഞാൻ അവിടെ പോയി ലൈബ്രറി ഉണ്ടാക്കി, എല്ലാം നമ്പറിട്ട് എഴുതി റെക്കോർഡുണ്ടാക്കി. അതിനുശേഷം അവിടെ ഇരുന്ന് വായിക്കുന്നവർക്ക് അതും ചെയ്യാം. അതിന് ടേബിളും ചെയറും റെക്കോർഡും ഉണ്ട്. എടുക്കുന്ന പുസ്തകങ്ങൾ പേരെഴുതിയെടുത്ത് തീയതിയും എഴുതി കൊണ്ടുപോയിട്ട് വായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അത് അവർ കൊണ്ടുവന്നു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി അവരുടെ പേരും പുസ്തകത്തിൻ്റെ പേരും കൊണ്ടുവന്ന സമയവും എഴുതണമെന്ന് അതിലെല്ലാം ഉണ്ടായിരുന്നു, നിയമമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേർ വന്നു, പുസ്തകം എടുത്തുകൊണ്ട് പോയി വായിച്ചു. ആ സമയത്ത് ഞാൻ പുസ്തകം എടുക്കുന്ന സമയത്താണ് അച്ചാതിൻ്റെ റേഡിയോ പ്രസംഗം ഒരു ഫയലിൽ ഇരിക്കുന്നത്, ബെൽക്രോ ഒട്ടിച്ച് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അച്ചാതിൻ്റെ പ്രസംഗമാണ്. 400 പ്രസംഗം ഉണ്ടായിരുന്നു. ഒരക്ഷരം പോലും അതിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്ത് ചെയ്യാൻ, ഇത് കളയാൻ പറ്റത്തില്ലല്ലോ, ഇതെന്നത് എങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ സഹോദരൻ്റെ മകൻ മിസ്റ്റർ റെവീൻ സ്കറിയായോട് ഞാൻ പറയുകയും അവൻ എന്നോട്, അമ്മച്ചി ഇത് കളയല്ലേ, ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള പുസ്തകം ഉണ്ടാക്കാം, ഞാൻ അതിനുള്ള എല്ലാ സഹായവും ചെയ്യാമെന്ന് പറയുകയും അത് അവൻ ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ ഒരാളെ ഇവിടെ കൊണ്ടുവരികയും ഓരോ പ്രസംഗം 5 പ്രസംഗം ഞാൻ പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ആ പ്രൂഫ് റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയും ഞാനത് കറക്റ്റ് ചെയ്തിട്ട് വേറെ 5 പുസ്തകം കൂടെ തിരിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ 140 പ്രസംഗവും നമ്മൾ ഉണ്ടാക്കി അത് പ്രസംഗം ആക്കിയെടുത്തു. അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് 109 പ്രസംഗമാണ്. എൻ്റെ അനന്തരവൻ്റെ ഫാദറിലോ ഇവിടെ വരികയും ഞാനിത് പ്രൂഫ് റീഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് വന്നത്. അന്നേരം എന്നോട് ചോദിച്ചു, അമ്മായി എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ അതിൻ്റെ പ്രസംഗം 400 പ്രസംഗം ഉണ്ടായിരുന്നു, അത് ഞാൻ പ്രൂഫ് ചെയ്യാൻ കൊടുത്തു, അതിപ്പം പ്രൂഫ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെല്ലാം ഇങ്ങ് തന്നേര്, ഞാൻ ചെയ്തു തന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ പ്രസംഗങ്ങൾ മുഴുവനും കൊണ്ടുപോയി അതിൻ്റെ ഒരു 109 പ്രസംഗം ചെയ്ത് അത് വേദവാണിയാക്കി റേഡിയോയും മൈക്കും എല്ലാമുള്ള ഒരു പുസ്തകമാണ്. അത് ആളുകളെ കാണാൻ തന്നെ വളരെ നല്ല ഒരു ബുക്കാണ്. അതിൻ്റെ സെക്കൻഡ് എഡിഷൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതിൽ കൂടി പിന്നെ വേറൊരു പുസ്തകം കൂടെ ചെയ്തു, സങ്കീർത്തനവും ദൈവജനവും എന്നുള്ളത്. അതും സെക്കൻഡ് എഡിഷൻ ചെയ്തു കഴിഞ്ഞു. അതും ഈ 500 പുസ്തകം ഇതിൽ ഒരു പുസ്തകം പോലും ഇവിടെ ഇല്ല. അതെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത് വായിക്കുന്നവർക്കൊക്കെ വളരെ സന്തോഷമായിട്ട് അത് കാണുകയും നമ്മുടെ വർക്കേഴ്സ് പലരും അത് പ്രസംഗത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനവും ദൈവജനവും, അത് സങ്കീർത്തനത്തെക്കുറിച്ച് ഒരു ക്വാർട്ടർലി ഉണ്ടായിരുന്നു, ശാബത്ത് സ്കൂൾ പാഠം. അതിൽ ആദ്യത്തെ പാഠം അതെടുത്ത സാറ് പള്ളിയിൽ എടുത്ത സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു, ദൈവമേ ഇത് ഒരു സെക്കൻഡ് എഡിഷൻ ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ, പഴയതെല്ലാം എല്ലാവരും വായിച്ച് കഴിഞ്ഞതായിരിക്കും, അതുകൊണ്ട് ഒരു സെക്കൻഡ് എഡിഷൻ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതും കൊടുത്ത് ആ സെക്കൻഡ് എഡിഷനും തീർത്തു. അതിൻ്റെ കുറച്ച് ബുക്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ കൊടുത്ത പുസ്തകങ്ങളും അതിന് ഒരുപാട് ട്രാക്ട്സും ബുക്സും മറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ക്രൂസിൻ്റെ ധീരപോരാളി, അതും രണ്ടാമത്തെ എഡിഷൻ, സെക്കൻഡ് എഡിഷനും അത് ചെയ്തു നല്ലതുപോലെ. അതെല്ലാവരുടെയും കയ്യിലുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു.
ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആൾ ക്രൂശിൻ്റെ ധീര പോരാളി വിശുദ്ധ പൗലോസിനെ കുറിച്ച്. അതിൻ്റെ ധാരാളം പ്രസംഗങ്ങളും കുറിപ്പുകളും ചിന്താവിഷയങ്ങളും അതുപോലെ തന്നെ പല കട്ടിങ്സ്, നല്ല പേപ്പറിൽ വരുന്ന നല്ല പ്രസംഗങ്ങളും അതെല്ലാം ശേഖരിച്ച് വെച്ചിരുന്നു. അതെല്ലാം ഒരുപാടുണ്ടായിരുന്നു. അത് എല്ലാം നമ്മൾ സെക്ഷനിൽ പത്തനംതിട്ട സെക്ഷൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അവർ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ പുസ്തകങ്ങളൊന്നും കാണാനില്ലായിരുന്നു, ട്രാക്ട്സും കാണാനില്ലായിരുന്നു. അതെനിക്ക് വളരെ സന്തോഷമായി. ഏതായാലും എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം വന്നു. എനിക്ക് വേണ്ടി എൻ്റെ അച്ചായൻ നല്ലൊരു വീടുണ്ടാക്കി, നല്ലൊരു പറമ്പ്. ഞാൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ എല്ലാ കൃഷി സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ എല്ലാം അച്ചായൻ വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ താമസിച്ചു. വളരെ അനുഗ്രഹമായിരുന്നു. സുവിശേഷകരെ സ്വീകരിച്ചു. സുവിശേഷകർക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. വിശ്വാസികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഇത്രയുമൊക്കെ എനിക്ക് വേണ്ടി അച്ചായൻ ചെയ്തു തന്നു. ഞാൻ വളരെ അതിൽ സന്തോഷിക്കുന്നു, നന്ദിയുള്ളവളാകുന്നു. എന്നാൽ ഇതൊന്നും എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ കാണുന്നില്ല. അത് എനിക്ക് ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. എനിക്ക് അച്ചായനെ ഒന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ വീട് സൂക്ഷിക്കണം, പറമ്പ് സൂക്ഷിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ അനുഗ്രഹമാണ്. എന്നാൽ ഇതൊന്നും ശാശ്വതമല്ലെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആ വരവിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങുക, നമ്മുടെ ഹൃദയത്തെ ഒരുക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ആഗ്രഹമെന്ന് പറയുന്നത് അച്ചായനെ കാണണമെന്നുള്ളത് മാത്രമല്ല, എന്നാൽ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാപത്തിന് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ച ആ കർത്താവിനെ എനിക്ക് കാണാമല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം എനിക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ യേശു ക്രിസ്തുവിനെ, അച്ചായൻ പ്രസംഗിച്ച ആ യേശു ക്രിസ്തുവിനെ എനിക്ക് കാണാമല്ലോ എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട്. അതിനായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഒരുക്കുന്നു, ക്രമപ്പെടുത്തുന്നു. ഞാൻ അതിനായിട്ട് ഒരുങ്ങുന്നു. ഇത്രയും സമയം എല്ലാവരും എന്നെ കേട്ടിരുന്നതിൽ വളരെ സന്തോഷം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ അതിനു വേണ്ടി ഒരുക്കുകയാണ് അത്യാവശ്യമായിട്ടുള്ളത്. ഈ ലോകത്തിലുള്ള ജീവിതം പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. എന്നാൽ ആ വരവ് കാണുന്നതിന് വളരെ പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.